ലൈവിലിപ്പോൾ അനിമോളും അനീഷും കൂടെ ഗാർഡൻ ഏരിയയിലിരുന്ന് സംസാരിക്കുകയാണ്. ഇതിനു മുമ്പ് അനീഷ് അനിമോളെയും നൂറും ആദിലയും കൂടെ ഒന്നിപ്പിക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു, ഒരു ചർച്ചയായിരുന്നു. പക്ഷേ അനിമോൾ അതിന് നിന്നില്ല. എനിക്കിവരുമായിട്ട് ഇനി ഒരു കൂട്ടും വേണ്ടാന്നും പറഞ്ഞ് ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അനീഷും അവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് അനിമോൾ പറയുന്നുണ്ട്, ചേട്ടാ ഇന്നലെ ഒരു ചെറിയ വഴക്കാണ് ഇന്ന്, പക്ഷേ ആ ഒരു വഴക്കിൽ ഇവരെന്നെ പറഞ്ഞതൊന്നും ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഞാനങ്ങ് ആകെ സ്തംഭിച്ചിരുന്നു പോയി. കാരണം ഇവരുടെ ഓരോ വാക്കുകൾ എന്നെ പറഞ്ഞത്. പിന്നെ PR ബലത്തിലാണ് ഞാനിവിടെ അഹങ്കരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞെന്നോ, ഞാനിവരെ എങ്ങനെ സ്നേഹിച്ചതാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്നോട് സ്നേഹമല്ലായിരുന്നു, ഇവർ സ്നേഹം അഭിനയിക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇവരുടെ മനസ്സിൽ. ഇനി ഇവരുമായിട്ട് യാതൊരുവിധ കൂട്ടിന് ഞാനില്ല. ഇനി കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നാൽ മതിയല്ലോ, അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പിരിയുമല്ലോ. പക്ഷേ ഇവരുമായിട്ട് ഇനി ഒരു കണക്ഷനും ഇല്ല. കാരണം പൊട്ടിയ ചില്ല് കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ പഴയ ഭംഗി ഉണ്ടാവത്തില്ലല്ലോ. അതുപോലെ ആയിരിക്കും ഇവരുമായിട്ട് ഇനി നിർബന്ധിച്ച് എല്ലാവരും കൂടെ ഒന്നിപ്പിച്ചാലും ആ ഒരു പഴയ സ്നേഹം ഉണ്ടാവത്തില്ലെന്ന് അനീഷിനോട് പറയുന്നു. കപ്പ് ഇവർക്ക് കിട്ടിയാൽ ഇവർ വിന്നറായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവരങ്ങനല്ല. അവരുടെ മനസ്സ് ഭയങ്കര എന്നോട് ദേഷ്യവും വൈരാഗ്യവും വെച്ചിട്ടാണ്, അവർക്ക് അസൂയയും വെച്ചിട്ടാണ് അവരെന്നോട് ഇത്രയും ദിവസം സംസാരിച്ചതും എൻ്റെ കൂടെ നിന്നതും. ഇപ്പോഴാണ് എനിക്ക് ഇന്നലത്തെ ആ ഒരു വഴക്കിലാണ് മനസ്സിലായത്. അതോടെ ഞാൻ ഇവരെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറ്റി എന്ന് അനീഷിനോട് അനിമോള് പറയുന്ന. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ഇനി ഒരിക്കലും അനിമോള് അവരുമായിട്ട് കൂട്ടുണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത്.